السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الآل القدر العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. يا أيها الناس إن وعد الله حقا فلا تغرنكم الحياة الدنيا. صدق الله المولانا العظيم. استعدوا للموت قبل نزول الموت. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഞങ്ങൾ ദുൽഹജ്ജിലോ നല്ല ಗ್ರೇಟೆಸ್ಟುಲ್ಲೋ ನಾಲ್ಗೊಳ್ಳುಳ್ಳ പെരുന്നാൾ തീർത്ത് ഇപ്പം 4 അയ്യാമത്തെ ഷീയുടെ ഫസ്റ്റ് നാൾ യോമുൽ ഖർ, അല്ലെങ്കിൽ ഈദുൽ അളഹ. ആ നാൾ വിട്ട് പിന്നെ ഗ്രേഡ് നാൾ ദുൽഹജ്ജ് പോണെന്നൊരു നാൾ യോമുൽ ഖർ. അപ്പോൾ ഇന്ന് എന്തിനായിട്ട് ഈ നാളല്ലാഹു നമ്മുടെ ഹറാമാക്കിയോ? ഒന്ന് പെരുന്നാൾക്കായിട്ട്, പിന്നെ അയ്യാമത്തെ ശിഖന്തോ പെരുന്നാളുണ്ട്, ഉളിഹത്ത് കൊടുക്കുക തുടങ്ങിയിട്ടെങ്കിൽ 4 ഉളിഹത്ത് കൊടുക്കണം. പോണെന്ന് 12-13 അസർത്തോളം കൊടുത്തിട്ട് ಬೇಣ್ಮಾಯಂಗೆಲ್ಲ ತಿಂದುಬಾಟ್ರು, ಅತಿ ಸತ್ಕಾರಾಕಡು, ദാനധർമ്മം ആക്കണം. ദാനധർമ്മത്തിന് വലിയ പവർ. അള്ളാഹു ഭയങ്കര ഇഷ്ടമുള്ള ഒന്ന്. മനുഷ്യന്മാരെ സന്തോലാക്കണത്, അത് മനുഷ്യന്മാരെ സന്തോലാക്കണം. അതുകൊണ്ട് ദാനധർമ്മ ആക്കണ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ദാനധർമ്മം ആക്കണതിലും ദാനധർമ്മം ആക്കിയിട്ട് ആരും അർഹിക്കില്ല, അങ്ങ് ചെല്ലില്ല. ബേരങ്ങ് കൊന്ത അവിടെ അത്തരം അങ്ങ് കൊടുത്തത് അങ്ങനത്തെ ಇನ್ನೂ നല്ലങ്ങ. പിന്നെ അങ്ങ് വന്നു എല്ലാ ദുഃഖ ദുമ്മാന ಸಂಕಷ್ಟ എപ്പോൾ നോക്കി മുസീബത്തിന് മേൽ മുസീബത്ത് ಎಲ್ಲ ಅದರ ആർക്കും അങ്ങ് ചെല്ലില്ല, അങ്ങൊന്നല്ലങ്ങ. പിന്നെ അങ്ങ് ആക്കിയോ ദോഷത്തെ അങ്ങ് ആർക്കും ബഹിരംഗപ്പെടുത്തില്ല, അങ്ങൊന്നല്ലങ്ങ. അങ്ങ് ആർക്കും ചെല്ല, അള്ളാഹുടെ ചെല്ലാർ പഠിച്ചവൻ ഇങ്ങനത്തെ ദോഷം നമ്മളായിട്ട് റഹ്മാനെ അത് നീനെ മാഫാക്ക് പഠിച്ചവന് അല്ലാ. ഇത് ചില മനുഷ്യന്മാർ ദോഷമാക്കിയിട്ട് ബേരങ്ങ് ചെല്ലങ്ങ് കൊള്ളാറ്, അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരുള്ളത്. അപ്പോൾ നല്ല 4 വെച്ചെനിക്ക് കുർബാനി ദാനത്തിൽ വെച്ച് ഏറ്റവും വലിയ ദാന കുർബാനി ദാന ഉളഹിയത്ത്. അത് കൊടുത്തിട്ട് ധാരാളം കൂലി സമ്പാദനക്കും, ധാരാളം കൂലി. അതുകൊണ്ട് അള്ളാഹു എന്താക്കിയ ധാരാളം ആഹാരം എല്ലാ പക്കത്തും പോയിട്ട് പെരുന്നാൾ പള്ളിയോട് കുടുംബക്കാർ, നിരക്കാളെ ബന്ധുങ്ങളെ എല്ലാവരും വിളിച്ചിട്ട് ദാനധർമാക്കണോ. എല്ലാവരും ആർഡർ ഇത് ഇറച്ചി തിന്നിട്ട് എല്ലാവരും സന്തോലാക്കണോ, എല്ലാവർക്കും ദാനമാക്കണോ. ಅದಕ್ಕಾയിട്ട് അള്ളാഹു എന്താക്കിയ 4 നാൾ നോമ്പിടിക്കൽ ഹറാം. എപ്പോൾ ഈദുൽ അദ്ഹ 1, അയ്യാമത്തെ ഷീടെ പോണെന്ന് 12-13 അണ്ടെല്ലാം നോമ്പിടിക്കൽ ഹറാമായോ. അതുകൊണ്ട് ദാനധർമ്മത്തിന് വലിയ അള്ളാഹു ഭയങ്കര ഇഷ്ടമുള്ള ഒന്ന്. ഞങ്ങൾ എന്താക്കും ചില അള്ളാഹ് ഖുർആനിൽ ചെന്നല്ലേ എന്നിട്ടോ ഫലാ തഗുർനകുമുൽ ഹയാത്തു ദുനിയാ. ഈ ദുനിയാവു ഇവിടെ ചെയ്യിക്കണത് നിങ്ങളെ വഞ്ചനാക്കാണ്ടിക്കട്ട്. ഇവിടെ നിങ്ങളെ കണ്ട് ഈ ദുനിയാവുണ്ടല്ലോ അത് എല്ലാവരും വഞ്ചനാക്കണം. അത് നിങ്ങൾ ആ കാണ്ടിക്കട്ട് ചെന്നെങ്കിൽ ആഖിറ സമ്പാദന ആക്കുന്നുണ്ടായിരുന്നു. ആഖിറ സമ്പാദന കിടങ്ങ നിങ്ങൾ ആവണം. എന്തെങ്കിൽ ഇസ്തഇദ്ദു ലിൽ മൗത്ത് ഖബല നുസൂലിൽ മൗത്ത്. മൗത്ത് ബണ്ട മൂന്നോലു മൗത്തുക്ക് നീ റെഡി ആക്കിക്കണം. നിങ്ങൾ റെഡി ആക്കി ധാരാളം ആക്കിയിട്ടിക്കണം. അങ്ങനെ ആക്കിത്തെങ്കിൽ നിങ്ങൾ എന്താണ് മരണാനന്തരത്തിൽ തയ്യാറാക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് സന്തോഷത്തിൽ വാരം കൊണ്ടുമേ. അതുകൊണ്ട് അള്ളാഹു എന്താക്കണോ ഈ 4 നാൾ ധാരാളം ദാനാക്കുമായിട്ട് അള്ളാഹ് വെച്ച് അത് ദാനാക്കാതെ ഉദയത്ത് കൊടുക്കാത്ത മനുഷ്യന്മാർ വേറെ ദാനാക്കണോ, എന്തൊരു തീർന്നാക്കും അതെല്ലാം ദാനാക്കണം. മഹാനായ അബൂലൈ സമർഖന്ദി റളിയല്ലാഹു ചൊല്ലി ദാനാക്കണ മനുഷ്യന്മാർക്ക് 5 ലാഭം ഭൂമിയിൽ, 5 ലാഭം 4 ആഖിറത്തിൽ. എത്ര? 5 ലാഭം ഭൂമിയിൽ, 5 ലാഭം 4 ആഖിറത്തിൽ. ആർക്ക്? ദാനാക്കണ മനുഷ്യന്മാർ. കഞ്ചൂസാവത്തീര, അഡ്ഡബഖീലാവത്തീര. എന്നിട്ട് മംഗലത്തേക്ക് എടുത്ത് 50 രൂപ കൊടുക്കും. ഇന്നാലില്ല, വലിയ പൈസക്കാരല്ലേ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ല ഉസ്വാരില്ല കാര്യമായ സ്വായ കുറിച്ച് 20 രൂപ നോട്ടിട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ 20 രൂപ കൊടുത്തു. അങ്ങനെയുള്ള അണ്ടബഖീലാക്കാണ്ട് ആക്കി വെച്ചതെല്ലാം കൂടി ഇപ്പം വിട്ടുപോകണല്ലേ. വിട്ടുപോകേണ്ട 100% ഉറപ്പ്.
അതുകൊണ്ട് ദാനാക്ക പഠിക്കണം. ദാനാക്കണം ദുനിയാവിൽ കിട്ടുന്ന എന്തൊരു 5 ലാഭ. ഒന്ന് അങ്ങനെ സ്വത്ത് നല്ല ശുദ്ധി ആവണം, സംശുദ്ധ ആവണം. ಒಂದೆಂದಾವಡು അങ്ങനെ സ്വത്ത്, അങ്ങനെയുള്ള സമ്പത്ത്, അങ്ങനെയുള്ള പൈസ, അങ്ങനെയുള്ള ಆಸ್ತಿ ಅದೆಂದಾವಡು ಶುದ್ಧಿ ಆವಡು. ಒಂದೆಂದಾವಡು ಜಂಡಾಮತಿ ಎಂದರು ಹಂಗೆ ದೋಷ ಇಲ್ಲಾಂಡು ಕೂಡ ಮಾಫ್ ಆವಡು. 4 പോയത്തെ അങ്ങനെ ദോഷമെല്ലാം മാഫായിട്ട് കിടാവും. ചെന്നി പാപം മുക്തരാവിടാറുണ്ട് ധാരാളം മനുഷ്യന്മാർ. 3 എന്തിരോ അങ്ങ് ഒരൊറ്റ ആപത്ത് അല്ലാഹ് ഉണ്ടാവില്ല. എല്ലാ രോഗത്തിനും മറന്ന്, അതായത് രോഗനിരോധക ശക്തി അങ്ങനെ ഉണ്ടാവിടും. ആർക്ക് അങ്ങനല്ലേ സീക്ക് വണ്ടിയില്ലല്ലേ ദാനാകണ മനുഷ്യന്മാർക്ക് സീക്കൊരടി ഇന്ത്യ രോഗനിരോധക ശക്തി ഉണ്ടാവിടും. ಬಂಡ ಆಪತ್ತು ಸಂಕಷ್ಟ ಮುಸೀಬತ್ತು ಎಲ್ಲ കാവലിക്കിടുന്ന ദാനധർമ്മ. അത് 3ാമത്തെ ലാഭം ഭൂമിയിൽ. 4ാമത്തെ ലാഭം എന്തോ എടുത്തേണ്ട മനുഷ്യന്മാർ, ഒന്നിരിക്കലോ നിർഗതിക്കർ, വിധേയർ, അല്ലെ അനാഥർ, അല്ലെ സംഘർഷത്തിലിരുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ അത്യഗത്യത്തിൽ വേണമായി എടുത്ത മനുഷ്യന്മാരെന്താ സന്തോലം അവിടെ. ആ സന്തോലത്തെ ലാഭ വലിയ സന്തോലം. ആ സന്തോലമായിട്ടെങ്കിൽ നിവിചിന്തുന്ന ആ സന്തോലം അവിടെ. ആ സന്തോലമായി അല്ല സന്തോലം അവിടെ. എത്ര വലിയ ഭാഗ്യം അത്. ഭൂമിയിൽ കിട്ടുന്ന ഭാഗ്യ സന്തോല. 5ാമത്തെ എന്തോ ഭൂമിയിലങ്ങ് ചിലവാക്കിത്തെങ്കിൽ ಅದಕ್ಕೆ ಬದಲು ಅಲ್ಲ ಕೂಡ ಅದರ ಕೂಡ ബദൽ കിട്ടേണ്ടിക്കിട് കൊടുത്ത പോലും എത്ര കൂടാറ് അത്ര കിട്ടേണ്ടി. അങ്ങനെ കൂടാറ് എൻ്റെ വകയില കൊടുത്തേ കിട്ടുമേ ഇല്ല. സാധാരണ നല്ല സന്തോഷം കൊടുത്തെങ്കിൽ ಯಾರು കിട്ടേണ്ടിക്കിട്. പിന്നെ ഭൂമിയുടെ എല്ലാ സൗകര്യം അങ്ങ് എന്തിനുള്ള റിസ്ക് എന്തിനുള്ള ഭൂമിന് വേണം അതെല്ലാം വിശാലമായിട്ട് അല്ല കൊടുക്കൂടാ. ദാനധർമാക്കണങ്ങും. ഇത് 5 ലാഭം ഭൂമിയുടെ 2 ലാഭം നോക്കറോ ಎಂದರೋ 1 4 ಆಖರದಲ್ಲಿ ಎಲ್ಲರೂ ಕಂಗಾಲ್ ಎಂದರೋ ಭಯಂಕರ ಬೈಲ್ അങ്ങ് നല്ല തണലിക്കട്. 1 നമ്പർ അങ്ങനെ ദാനധർമ്മ നല്ല 1 നമ്പർ ആഖിറത്തിൽ നല്ല തണലുണ്ടാക്കട് ചെല്ലുവാറല്ലാണ്ട് സോലു. പിന്നെന്താ ഹിസാബിൻ്റെ ജാഗയിൽ ഞങ്ങൾ എളുപ്പ ഹിസാബങ്ങും ഭയങ്കര സുലഭത്തിൽ ഹിസാബ് വിചാരണങ്ങും ഭാരി സുലഭ. 2ാമത്തെ ലാഭ. 3ാമത്തെ ലാഭ മീസാനിൽ അങ്ങാക്കിയോ എല്ലാ സത്കർമ്മം ഭാരി ഭിന്നത്വം കൊണ്ട് എന്തുകൊണ്ട് ദാനാക്കിയത് കൊണ്ട്. 4ാമത്തെ എന്തൊരു സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നരിയും പ്രകാരം കടക്കാതെ ദാനധർമാക്കണ മനുഷ്യന്മാർ. ദാനധർമാക്കണോ മനുഷ്യന്മാർക്ക് മിന്നരിയും പോലെ കടക്കുക. 5ാമത്തെ എന്തൊരു ഒന്നുണ്ടാ സ്വർഗീയത്തെ എല്ലാ ന്യായമത്ത് അങ്ങ് കിട്ടുമല്ലാണ്ട് സ്വർഗത്തിലങ്ങനെ ദരജയാറാവിടല്ലാണ്ട് സ്വർഗങ്ങ് സ്വർഗങ്ങു ഫർദ് ദാനധർമാക്കണമു. ലക്ഷണം എങ്ങനെ ദാനധർമാക്കുമ്പോൾ ആറ് വന്നപ്പോൾ സന്തോലാടാറ് വന്ന് ಯಾರು ಬಂದುಂಟಿಕೊಂಡು വെറുപ്പാവിടങ്ങല്ല സ്വർഗത്ത് പോണങ്ങല്ല വെറുപ്പാവിടങ്ങ ദാനം കൊടുത്തൊരു സന്തോലാവിടങ്ങുള്ളാറില്ലേ അങ്ങ് സ്വർഗ അങ്ങ് കച്ചിത്ത എന്ന് നല്ല അലാമത്ത്. അതുകൊണ്ട് ഈ 5 ലാഭ ആഖിറത്തിലുണ്ടാവുന്നത് കൊണ്ട് ഈ 10 ലാഭം അടിക്കടോ സ്വാലിഹിങ്ങ ആവാ. ഈ 3-4 ധാരാളം കുർബാനി ഉള്ളിഹത്ത് സമേത ബാക്കിന്ന ദാനധർമ്മ എല്ലാവർക്കും ഞങ്ങൾ ആക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞങ്ങളെല്ലാ പ്രവർത്തനം അള്ളാഹ് സ്വീകരിക്കരാമാനെ ഞങ്ങളെല്ലാം ബുദ്ധിയാറാക്കി തന്നുകൊണ്ട് പഠിച്ചു നിൻ്റെ പുറത്തത്തിലാ ചെയ്ക്കുള്ള ഭാഗ്യം ഉണ്ടാക്കുക. അള്ളാഹ് ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.